ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ രാവിലെ എണീച്ചിട്ട് തഹജ്ജുദ് നിസ്കരിക്കുക കേട്ടോ. കാരണം ഇപ്പോൾ വർക്കിന് പോകുകൊണ്ടാണ് ഞാൻ ഈ 4 മണിയൊക്കെ ഇപ്പോൾ കാണുന്നത്, അല്ലെങ്കിൽ ഞാൻ കാണാറില്ല ഗൈസ്. ഞാനൊരു സുബഹി ബാങ്ക് കൊടുക്കുമ്പോഴാട്ടോ എണീക്കൽ. ഇപ്പം 4 മണിയാകുമ്പോൾ എണീക്കും. അതുകൊണ്ട് തഹജ്ജുദ് മുടങ്ങാതെ കിട്ടും കേട്ടോ. പിന്നെ നമ്മളെ ശാസ്ത്രജ്ഞന്മാർ കാട്ടുന്ന മാതിരി ഞാൻ ഒന്ന് എല്ലായിടത്തും കൂടി നടന്നു നോക്കും കേട്ടോ. കാരണം മുറ്റടിക്കാണ്ടോ തുടക്കാണ്ടോ ചളി ഉണ്ടോ എന്നൊക്കെ നോക്കണത്. അപ്പോൾ ഇന്നത്തെ പ്രതീക്ഷകളൊക്കെ തെറ്റി. ഇല നല്ലോണം വീണിട്ടുണ്ട്. അപ്പം ഇന്ന് അടിച്ചുവരി തന്നെ വേണം കേട്ടോ. അപ്പോൾ ചൂലെടുത്തു തന്നെ ഉള്ളൂ. പിന്നെ എനിക്ക് രാത്രി പുറത്തേക്ക് ഇറങ്ങാനൊരു പേടി. അപ്പം ഞാൻ പോയിട്ട് വേഗം കറി അടുപ്പത്തിട്ട് അപ്പോഴേക്കും സുബിയൊക്കെ ബാങ്ക് കൊടുത്തിട്ട് നമ്മൾ നിസ്കരിക്കാൻ നിന്നിട്ടോ. നിസ്കാരമൊക്കെ കഴിഞ്ഞ് നിസ്കാരപ്പായൊക്കെ മടക്കി വെച്ച് നമ്മൾ കുറച്ച് വിറക് വെട്ടിയിട്ടിരുന്നു കേട്ടോ. അതങ്ങനെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി അത് അട്ടിടണം. 3 ഓരിയൊക്കെ ആക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഒന്നും കൂടി ഒന്നങ്ങോട്ട് നേരം വെളുത്തുകൊണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, നേരം വല്ലാണ്ട് വെളുത്തിട്ടൊന്നുമില്ല, ഇരട്ട തന്നെയാണ്, ചൂല് എടുത്ത് മുറ്റടിച്ചു വരാനാണ്. അപ്പം നമ്മൾ ചിലപ്പം മുറ്റടിച്ചു വരുന്ന ദിവസം നമ്മളെ വീട്ടിലേക്ക് ആരും വരില്ല. അഥവാ ഈ ചപ്പും ചണ്ടിയൊക്കെ കിടക്കുന്ന ദിവസം ആരെങ്കിലും കയറി വരിക. പിന്നെ ഇപ്പോൾ പറയാൻ കഥയൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെ പോയാലും നമ്മൾ പെണ്ണുങ്ങൾക്ക് ഇക്കാരം കുറ്റം, അടിച്ചോരിയോ ഇല്ലേലും ചപ്പുണ്ടൊക്കെ. അപ്പം ഞാൻ പേടിയൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ അവിടെ അടിച്ചോരിട്ടോ. കാരണം നേരം വെളുത്താൽ പിന്നെ മദ്രസക്ക് കുട്ടികളെ പറഞ്ഞയക്കലും കുക്കിങ്ങും എല്ലാ പണിയും കൂടി നടക്കില്ല. അപ്പോൾ പിന്നെ ഉള്ളിലൊക്കെ ഒന്ന് അടിച്ചു തന്നെ വിചാരിച്ചാൽ കുട്ടികളൊന്നും എണീറ്റിട്ടില്ല. അപ്പം ഈ ചൂടാവുകൊണ്ടൊക്കെ നിലത്തും അവിടെ ഇവിടെയൊക്കെയാണ്. അപ്പം അങ്ങനെ അടിച്ചു വരാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ മുറ്റത്തിന് ആരുമില്ലല്ലോ, പേടിച്ചിട്ടാണെങ്കിലും മുറ്റം ക്ലീൻ ആക്കിയിട്ട് കേട്ടോ. മുറ്റം അടിച്ചോരിയിട്ടാണ്. ഇനി കറി അടുപ്പത്ത് വെച്ചിട്ടാട്ടോ ഞാൻ പോകുന്നത്. മീൻ കറി ഉണ്ടായിരുന്നു. മീൻ ഉണ്ടെങ്കിൽ അത് പുളിയിട്ട് വെക്കും, എന്നാൽ ചിലപ്പം ചായയും കടിക്കും ആവും. അപ്പം ഞാൻ മീൻ കറിയൊക്കെ വാങ്ങി വെച്ചിട്ട് എന്ത് ചെയ്തു, നൂൽപുട്ട് ഉണ്ടാക്കാൻ നിന്ന്. ഇപ്പോഴും ഇർട്ടാട്ടോ. ഇർട്ടത്തെ ഞാൻ അവിടെ പോയിരുന്ന് അടിച്ചു വരുന്നു. പിന്നെ നമ്മൾ കുറച്ചൊക്കെ നേരം വെളുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളെ പാടത്തിൻ്റെ ഇതാട്ടത് രാവിലെ നല്ല സുഖമാട്ടോ വണ്ടിമ്മ പോവാൻ. ഞാൻ പാല് വാങ്ങാൻ പോവുമായിരുന്നു. അപ്പോൾ വണ്ടിമ്മ അങ്ങനെ പോയതാട്ടോ. നല്ല രസമാണ് ഈ സമയത്ത് വണ്ടിമ്മ പോവാൻ. അങ്ങനെ അതൊക്കെ വാങ്ങി വന്ന് നേരെ ഇതാവുന്നു വെളുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ കുക്കിങ്ങൊക്കെ ചായയും കടിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പാത്രം കഴുകാൻ ഒരുപാടുണ്ടായിരുന്നു. കഞ്ഞിവെള്ളം ഒഴിച്ചതും അങ്ങനെ ഇങ്ങനെയും പിന്നെ വീതന ഫുള്ള് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായ ഉണ്ടാക്കി രാവിലെ മക്കൾക്ക് മദ്രസക്ക് കൊണ്ടതല്ലേ. അപ്പോൾ ചായയും ഇപ്പോഴത്തെ ബ്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് കഴിച്ചിട്ടാണ് പോവുക. ചായയും കടിയൊന്നും രാവിലെ കുടിക്കൂല, ബിസ്ക്കറ്റ്. അപ്പോൾ ഒന്ന് ബ്രെഡ് ഉണ്ടായിരുന്നു, ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുത്തു. ആകെ വീതനം നിറഞ്ഞിരിക്കട്ടെ ഈ പാത്രം കഴുകാനുള്ളതുകൊണ്ട് ഫുള്ള്. പിന്നെ കുക്കറിൽ ഞാൻ ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുക്കറിൽ അങ്ങനെ വെച്ചിട്ട് വിറകൊക്കെ വെച്ചെടുത്ത് പോയി. ഇപ്പോൾ ഗ്യാസ് കിട്ടാത്തതുകൊണ്ട് ഫുള്ള് അടുപ്പിൽ ചെയ്യണം കേട്ടോ. അപ്പോൾ ചോറൊക്കെ തീമട്ട ഒരു 2 മണിക്കൂർ വേണം ചോറ് വെന്ത് കിട്ടാൻ. അപ്പം ഞാൻ ആദ്യം കൂട്ടാനും ഇതൊക്കെ ഉണ്ടാക്കിയേക്കും, ലാസ്റ്റേ ചോറ് വെക്കുള്ളൂ. പിന്നെ ആ സമയം കൊണ്ട് എന്ത് ചെയ്ത് വേഗം അടുക്കളയൊക്കെ അടിച്ചു വരിട്ട് കേട്ടോ. ബാക്കിയുള്ളവർക്കൊക്കെ ആരും എണീറ്റിട്ട് അടിച്ചു വരാം. അപ്പോൾ പണികൾ തീർക്കാനുള്ളത് എളുപ്പം തീർക്കാണ്. ഞാൻ ഒരു 8 മണിയാകുമ്പോൾ വർക്കിന് പോകും കേട്ടോ. പിന്നെ ഞാൻ വൈകുന്നേരം വരുള്ളൂ. അപ്പോൾ വരുമ്പോൾ പിന്നെ ഇതൊന്നും അടിച്ചു വരാൻ സമയം കിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അടുക്കളയൊക്കെ അടിച്ചു വരിട്ട് ഈ രാവിലെ നട്ടോട്ടപ്പാച്ചിലാണ് സത്യം പറഞ്ഞാൽ. 4 മണിക്കൊക്കെ നീച്ച് പിന്നെ നമ്മൾ വൈകുന്നേരം കിടക്കണമെങ്കിൽ ഒരു 11 മണിയൊക്കെ ആവും. അപ്പോൾ ആ പാസ്റ്റിൽ തന്നെ എന്ത് ചെയ്ത് അവിടെ തുടക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ന് തുടക്കലും അവിടെ കഴിയും. ഇപ്പം മക്കളുണ്ടാവുകൊണ്ട് എല്ലാം ചളി ഉണ്ടാവും കേട്ടോ. മറ്റേത് പറഞ്ഞാൽ അവർ സ്കൂൾക്ക് പോകില്ല, അപ്പം ചവിട്ടി നിറങ്ങാനൊന്നും ആരും ഉണ്ടാവില്ലല്ലോ. ഇപ്പം ഇനി അവരുണ്ടാവും, നമുക്ക് തുടക്കന്നെ വേണം. പിന്നെ നിസ്കരിക്കാനൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ തുടക്കാതെ ഒന്നും പറ്റൂല. അപ്പോൾ രാവിലെ എന്ത് ചെയ്ത് അത് തുടച്ചിട്ട് ഫുള്ള്. അപ്പോൾ ആ ഹാളിൽ തുടക്കുകയാണ്. ഇപ്പോഴും അവിടെ നേരം വെളുത്തിട്ടൊന്നും ഇല്ല കേട്ടോ, വെളുക്കുന്നേ ഉള്ളൂ. സമയം 6:05 കേട്ടോ. അപ്പം മദ്രസക്ക് പറഞ്ഞയക്കാൻ മക്കളെ എല്ലാവരും മാറ്റി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ സമയം അപ്പം 6:05 കാണിച്ചു എന്നുള്ളൂ കേട്ടോ. ഇവർക്ക് 7 മണിക്ക് മദ്രസ. ഏകദേശം ഒരു 6:30 ഒക്കെ ആകുമ്പോഴേ പോവുള്ളൂ കേട്ടോ.
അപ്പോൾ രണ്ടാളും ഇതാ കണ്ടോ മാങ്ങ ഇറക്കണം. ആ മൂച്ചിമ്മ എല്ലാം മാങ്ങണ്ട്. അപ്പോൾ രാവിലെ തന്നെ മാങ്ങയൊക്കെ പെറുക്കി കൊണ്ടുവരണം. എന്നിട്ട് പിന്നെ വരെ കുറച്ചവിടെ ആക്കി കൊടുക്കാണ്ട്. നമ്മളെ വഴി നായ്ക്കളുണ്ടാവും എന്നുള്ള പേടി കേട്ടോ, അല്ലാതെ ആരും പേടിച്ചിട്ടല്ല. അപ്പോൾ ഇവർ ഒറ്റക്കാനെ പോകണ്ടേ. അപ്പം ഞാൻ എന്ത് ചെയ്യും, കുറച്ചുണ്ടാക്കി കൊടുക്കും. പിന്നെ ചക്കന്മാർ സൈക്കിളിൽ പോവും അങ്ങനെയൊക്കെ കേട്ടോ. ഇവിടുത്തെ സൈക്കിളൊക്കെ ഉണ്ട്, ഫർദർ ഇട്ടിട്ട് സൈക്കിൾ കിട്ടൂലാന്നിട്ടേ. പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളം അവരെ ആക്കി കൊടുത്തിട്ടാട്ടോ വെക്കണത്. പിന്നെ ചായ ഇതാ തിളപ്പിക്കുന്നുണ്ട്. ഒരു ചായ കൂടി കഴിഞ്ഞത് രണ്ടാമത്തെ ചായ കിട്ടും. ഇവിടെ ചായക്ക് രാവിലെ നല്ല ചിലവാണ്. ഏകദേശം 2-3 പ്രാവശ്യമൊക്കെ ഞാൻ ചായ ഉണ്ടാക്കും രാവിലെ. എല്ലാം ചായ കുടിക്കും ഇവിടെ. അപ്പോൾ 2-2 ട്രിപ്പാട്ടോ അപ്പോൾ ചായ ഉണ്ടാക്കുന്നത്. പിന്നെ ചോറിനൊക്കെ വെള്ളം വെച്ചിട്ട് നമ്മൾ അരിയൊക്കെ കഴുകി. ഇപ്പോൾ ചൂടാവുകൊണ്ട് അരിക്ക് ചിലവില്ല, കാരണം നായി അരിയിട്ടാലും ചോറുണ്ടാവും. ചൂടാവുകൊണ്ട് ആരും തിന്നണില്ല. അവർ വല്ല മാങ്ങ ജ്യൂസ് അടിച്ചിട്ടോ അങ്ങനെയൊക്കെയാണ് ഇപ്പം കുടിക്കലൊക്കെ. അല്ലെങ്കിൽ കഞ്ഞിയാണ് കുടിക്കുക, ചെറിയ കഞ്ഞി വെക്കും. അതൊക്കെ മിനമ്മ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പം പിന്നെ നമ്മളിതാ ചോറിന് അരിയിടുക കേട്ടോ. അപ്പം അരിയിട്ട് കഴിഞ്ഞാൽ ഒരു 6:30 ആകുമ്പോൾ അരിയിട്ട് കഴിഞ്ഞാൽ 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ചോറ് വേവും. അപ്പോൾ അതങ്ങനെ കടന്ന് വേവും ചെയ്യും. അപ്പോൾ ഞാൻ ഏകദേശം കൂട്ടാനുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് അരിയിടുക. അപ്പോൾ ഇന്ന് ബീൻസ് ഉപ്പേരി വെക്കാൻ ഉണ്ട്. പിന്നെ ചിക്കൻ വെള്ളത്തേക്ക് എത്തിയിട്ടുള്ളൂ. അതിന് കുറച്ച് ചിക്കൻ അവിടെ പാത്രത്തിലുണ്ടായിരുന്നു കേട്ടോ. അതെടുത്തിട്ട് ഞാൻ നൂൽപുട്ടൊക്കെ കറി ഉണ്ടാക്കി. അപ്പോൾ ചിക്കൻ പൊരിക്കണം എന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെള്ളത്തേക്ക് തന്നെ ഇട്ടതാണ്. അപ്പോൾ ഉപ്പേരി ഇവിടെ ഗ്യാസുമായി. ഉപ്പേരിയും ചിക്കൻ പൊരിക്കൽ മീൻ പൊരിക്കലൊക്കെ ഗ്യാസുമായി ചെയ്യാൻ. അതിനൊക്കെ അടുപ്പത്ത് നിന്നാൽ ശരിയാവില്ല. അങ്ങനെ കുറച്ച് ചിക്കൻ എടുത്ത് അതിന് മസാല ഒട്ടി ഉച്ചക്കുള്ളത് പൊരിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പഴം പുഴുങ്ങി. പഴം വെച്ചാൽ ആകെ 1-2 പഴം എടുത്തിട്ട് ഞാൻ പുഴുങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ചായ ഇവിടെ ഇതാ ചൂടോടുക്കനെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കുക്കറിൽ വെച്ച ചിക്കൻ ഇതാ ഞാൻ ഒരു പാത്രത്തിൽ കൂട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തലയും വാലൊക്കെ കേട്ടോ അങ്ങനെയൊക്കെ എടുത്തിട്ടാണ് ഞാൻ കറി വെക്കുക. അതൊന്ന് നൂൽപുട്ടൊക്കെ ഇതുപോലെ കൊട്ടി ശരിയാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വർക്കിന് പോയി. ഞാൻ സ്കൂളുകാരോ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ വർക്ക് ചെയ്യണത്. ഞാൻ സൈത്തൂണിലാട്ടോ വർക്ക് ചെയ്യണത്. അപ്പം ഞാൻ ഈ സ്കൂളിലെത്തി ഗൈസ്. 8:30 ഞാൻ ഇവിടെ കയറേണ്ടത്. അതിനൊരു 8:15 ആകുമ്പോൾ വീട്ടിൽ നിന്ന് പോന്നാൽ മതി കേട്ടോ. പരക്കം പാച്ചിലൊക്കെ കഴിഞ്ഞ് സ്കൂളിലെത്തി. ഇവിടെ 5:30 വരെ ഇവിടെയാണ്. 5:30 ഇനി ഇവിടുന്ന് വീട്ടിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോക്ക് ലൈക്ക് തരാൻ ആരും മറക്കരുത്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരണ്ട കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.